ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എവിടെയാണ് എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? അങ്ങനെ അൽഹംദുലില്ലാ എനിക്കും മക്കൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കുട്ടികൾ സ്കൂളിൽ പോയതിൻ്റെ ശേഷം എങ്ങനെയാണോ ഞാൻ ഇങ്ങനെ പണിയെടുക്കണതും ആ ഒരു ടൈമിങ്സ് എങ്ങനെയാണോ അതാണ് കേട്ടോ. അതിൻ്റെ മക്കൾ പോയ എന്താക്കി കുറച്ച് ഉമ്മ അവിടെ കാപ്പി അരിക്കണ സമയത്ത് കാപ്പിൻ്റെ കുറച്ചത് കൊത്തിയിട്ടുണ്ടായിന് കേട്ടോ ഉറക്ക. അപ്പം പിന്നെ അതിൻ്റെ കുറേ ചപ്പൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടായിന്. അത് ഞാൻ കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു തീയും കത്തിച്ചിട്ട് പോയി നോക്കുമ്പോൾ അത് മഞ്ഞ് വീണിട്ടൊക്കെ നഞ്ഞിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഏതാച്ചാലും വൈകുന്നേരം ആകുമ്പോൾ തീയിട്ട് കൊടുക്കുക, അപ്പോൾ കുറച്ചും കൂടി വെയിലുണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ ഇപ്പോൾ ഒന്ന് തിരിഞ്ഞ് മറന്നൊന്നും നോക്കാൻ നിന്നില്ല. കുട്ടികൾ ഇറങ്ങിയൊക്കെ അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. എന്നാൽ പിന്നെ ഇവിടുത്തെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിലേക്ക് കയറിയാലേ പിന്നെ ഉള്ളിലത്തെ അങ്ങോട്ട് നോക്കിയാൽ മതിയല്ലോ, പുറത്ത് നോക്കണ്ട. ആകെപ്പാടെ പിന്നെയും അത് കാട് പൊന്തീന്. അതിനിപ്പോൾ ഒന്ന് മെനക്കെട്ട് ഇറങ്ങണം പുറത്തേക്ക്. അല്ലാതെ ഇതിപ്പോൾ രാവിലെ തന്നെ അത് പുല്ല് പറിക്കാൻ ഇറങ്ങിയാൽ ഒരു പണിയും നടക്കില്ല. ഞാനും മിറ്റടിക്കാൻ വേണ്ടിയിട്ട് ചൂല് കൊടുത്തിട്ട് ഇറങ്ങിയാട്ടാ. അതിൻ്റെ വാതുക്കത്തെ ചെരുപ്പുകളും അതൊക്കെ ഉണ്ടാവില്ല, 4 ഭാഗം വലിച്ചിട്ടിട്ട് അതൊക്കെ പിന്നെ എന്താക്കി ഒതുക്കി പറക്കി എല്ലാം ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് നിന്നാണ് കേട്ടോ. അങ്ങനെ മിറ്റടിച്ച് വരി ഒക്കെ എല്ലാം വൃത്തിയാക്കിയിട്ട് ഒന്ന് മിറ്റടിച്ച് വരും കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതിനോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ എന്ത് കമൻ്റാണെങ്കിലും എന്തെങ്കിലും ഞാൻ ചെയ്യുന്നതിൽ തെറ്റോ ശരിയോ നല്ലതോ വടക്കോ എന്താണ് നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചോളിട്ടോ. നമ്മളെല്ലാം തികഞ്ഞ ഒരാൾക്കാരാകൂല, നമ്മളടുത്ത് പല തെറ്റും നമ്മളടുത്തുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങൾക്ക് തോന്നുകയാണോ, എന്തെങ്കിലും പോരായ്മ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അങ്ങനെ മിറ്റൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ ജെസിബിൻ്റെ ഒച്ചയിട്ടിട്ട് ICFൻ്റെ സ്ഥലത്ത് റൂം കെട്ടാൻ വേണ്ടിയിട്ട് കുറ്റിയടിയൊക്കെ കഴിഞ്ഞ് തറൊക്കെ ഫൗണ്ടേഷനൊക്കെ കയറിന് കേട്ടോ. അങ്ങനെ പിന്നെ അത് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അങ്ങനെ ആ ചൂല് അവിടെ ഇട്ട് മിറ്റടിച്ച് വരയ്ക്കേണ്ട ഉള്ളിൽ കയറുന്നതിന് പിന്നെ അത് പോയി നോക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അത് കുറച്ച് നേരം അങ്ങനെ നോക്കി അവിടെ എല്ലാവരോടും കൂട്ടം വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നിട്ടോ. ഇതിൽ കുറേ ഞാൻ കട്ടാക്കിയിട്ടൊന്നുമില്ല. നമ്മളെ വായന എന്താ നമ്മൾ ഈ നല്ലത് മാത്രം നമ്മളെ മുന്നിലേക്ക് നമ്മളിപ്പോൾ വലിയ ശുദ്ധരായിട്ട് ഇങ്ങോട്ട് വീഡിയോയിൽ കൊണ്ടുവരുമെന്നല്ലല്ലോ. അങ്ങനെ പിന്നെ അവിടെ വല്ലാതെ അങ്ങ് കൂട്ടം വർത്താനൊന്നും പറയാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ ഉള്ളിലത്തെ അവസ്ഥയാണിത്. ഇതൊക്കെ ഇനിയിപ്പോൾ കൊജ്ജാക്കിയിട്ടൊക്കെ ഇടണം. അപ്പോൾ ഇന്ന് എനിക്ക് നാഷ്ടക്ക് ഇതാണ് കേട്ടോ, നെയ്ച്ചോറും ബീഫ് കറിയായിരുന്നു. ഞാൻ വിചാരിച്ച ബീഫ് കറി വെച്ച് സ്കൂൾക്ക് കൊണ്ടുപോകാൻ നെയ്ച്ചോറ് ആക്കാമെന്ന് വിചാരിച്ചതായിരുന്നു, എന്തെങ്കിലും നാഷ്ട. അപ്പം നോക്കുമ്പോൾ പിന്നെ മക്കൾക്ക് ഇതൊക്കെ തന്നെ മതിയല്ലേ, എന്തെങ്കിലും ഇപ്പോൾ ഒന്ന് മതിയല്ലോ. കുട്ടികൾക്ക് ഇറച്ചി നെയ്ച്ചോറൊക്കെയാണെങ്കിൽ ഒന്നും കൂടി ഒരു തൃപ്തിയാണല്ലോ. അപ്പോൾ പിന്നെ അതന്നെ ആക്കിട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് പെട്രോൾ അടിച്ചെങ്കിലല്ലേ മുന്നോട്ടേക്ക് വണ്ടി പോകുള്ളൂ, അതുകൊണ്ട് കുറച്ച് പെട്രോൾ അടിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഫോണൊക്കെ നോക്കി അങ്ങനെ നാഷ്ടമൊക്കെ കഴിച്ചിട്ട് പിന്നെ വല്ലാതെ അങ്ങ് നിന്നില്ല. പിന്നെ ഉണ്ടായ ചോറൊക്കെ ഒന്ന് ഒഴിവാക്കി, പാത്രത്തിലൊക്കെ ഒഴിവാക്കി. അപ്പോൾ പാത്രം ഞാൻ രാവിലെ കുറച്ച് കഴുകിനേനു, പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചാണ് കേട്ടോ. ഇതെനിക്ക് ഇങ്ങനെ വീഡിയോ കട്ടാക്കാനില്ലേ ഞാൻ പഠിച്ചിട്ടില്ല, അതൊന്ന് ശരിയാക്കിയിട്ട് അല്ലെങ്കിൽ ബ്ലർ കൊടുക്കാനോ ഒന്നും അതായിട്ടില്ല. ഇപ്പം നമ്മൾ വീഡിയോയിൽ വല്ലാതെ കഴിഞ്ഞാടാ മതിയല്ലോ. നമ്മളിപ്പോൾ വീഡിയോ എടുക്കേണ്ട ന്യായമായ വീഡിയോയിൽ ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കിയോടത്തോളല്ലേ, യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അതിന്നൊരു എന്തെങ്കിലും ഒരു വരുമാനം കിട്ടണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല കഷ്ടപ്പാട് ഒരു ജോലി ഞാൻ ഇതിപ്പോൾ 2-2.5 മാസത്തോളമായിട്ടോ ഞാൻ ഇത് തുടങ്ങിയിട്ട്. ഈ 2.5 മാസത്തിൽ ഒരു ദിവസം ഒഴിവില്ലാതെ ഞാൻ വീഡിയോ ഇട്ടിന്.
അപ്പോൾ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മളെ കാണുമ്പോൾ അഹമ്മത്താത്ത നല്ലതുണ്ട് വീഡിയോ നിങ്ങൾ ചെയ്തോളിയും, പിന്നെ ഞങ്ങൾ കാണലുണ്ട്, അതുപോലെ എന്താണ് നിങ്ങളിന്ന് വീഡിയോ ഇടാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ നെഗറ്റീവ് ആരും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നെഗറ്റീവ് ആരെങ്കിലും പറഞ്ഞിട്ടില്ല കേട്ടോ ആരും, ഞങ്ങൾക്ക് എന്താ വേറെ പണിയില്ലേന്ന്. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു ജോലി തന്നെയാണ്. ഇത് നമുക്കൊരു പണി തന്നെയാണ്. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇതിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം കഷ്ടപ്പെടണം. വെറുതെയെങ്കിലും നമുക്കൊരു ഇത് തരൂല, വീഡിയോ ഒന്നും കിട്ടുന്നില്ല. പിന്നെ പറഞ്ഞാൽ നമ്മൾ വല്ലാതെ അഴിഞ്ഞാടാകാതെ നിൽക്കുക, അത്രയേ ഉള്ളൂ. നമുക്കൊരു മുന്നോട്ടേക്ക് എന്തെങ്കിലും ഇന്ന് കിട്ടും നാളെ കിട്ടും അങ്ങനെയല്ല. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ സന്തോഷം, അത്ര തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഏതായാലും നമ്മൾ പെരക്കിയിരിക്കണം, പുറത്ത് പോയി ജോലി ചെയ്യലൊന്നും എന്തായാലും നടക്കുമെന്നില്ല. അപ്പം ഇതൊന്ന് എന്തെങ്കിലും ഒന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു കാലത്ത് കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ 2 കൈ നീട്ടി സ്വീകരിക്കും. അത് വിചാരിച്ച് സോഷ്യൽ മീഡിയ ആയിട്ട് വല്ലാതെ അഴിഞ്ഞാടാൻ നിൽക്കില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ തീരെ നമ്മളെ ബോഡി ഏടിപ്പെടാതെ എടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒറ്റ കൈയും കൊണ്ട് മാത്രം ഞാൻ എടുത്തു പോകണം. ഞാൻ അല്ലെങ്കിൽ പെരക്കത്തെ പണിയെടുക്കൽ ഒരു തട്ടിത്തടഞ്ഞും കൊണ്ടാണ് ഞാൻ എടുക്കുക. അതിൻ്റെ ഇടയിൽ കൂടി ഒരു കൈയും കൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ അത് നടക്കണമില്ല. അപ്പം ചോദിക്കുക അല്ലാതെ എന്നിട്ടാത്ത എന്താ ഇപ്പം ഇത്ര എടുത്തോളണം എന്ന് എന്താ നിർബന്ധം? അതല്ല, നമ്മൾ എന്തെങ്കിലും ഒന്ന് നമ്മൾ ഇതാകുക. നമ്മൾ പറഞ്ഞാൽ പെരൻ്റെ ഉള്ളിൽ ഇങ്ങനെ പാത്രം തേക്കുക, അടിച്ചു വരിക, ഇതാക്കുക. അപ്പോൾ നമ്മളെക്കൊണ്ട് എന്താണോ പറ്റുന്നത് അത് ചെയ്യുക നമ്മൾ. അതിൽ പിന്നെ ശരിയും തെറ്റും നമ്മൾ അള്ളാഹു തീരുമാനിക്കുന്നതാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. തെറ്റാണോ ചോദിച്ചാൽ അങ്ങനെയല്ല, നമ്മൾ വല്ലാതെ എന്താക്കരുത്, നമ്മൾ അയഞ്ഞാടരുത്, അത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ. ഞാൻ പറയുന്നതും ശരിയും തെറ്റും എന്താണെന്നില്ല എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നതാണ്. പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. അത് നമ്മൾ എന്നിട്ട് തെറ്റ് ചെയ്തിട്ട് അത് ന്യായീകരിക്കാൻ പോകരുത്. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കിയിട്ട് അത് എന്നിട്ട് തെറ്റാണെങ്കിൽ അത് നമ്മൾ ന്യായീകരിക്കാൻ പോകാൻ പാടില്ല, അത് നമ്മൾ തിരുത്താൻ നോക്കുക. അങ്ങനെയൊക്കെ അങ്ങ് പോവുക. അൽഹംദുലില്ലാ നാട്ടുകാരും കൂട്ടുകാരെല്ലാവരും പിന്നെ കുടുംബക്കാരെല്ലാവരും സപ്പോർട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഈ പറയുന്നതിലും എഴുതുന്നതിലും ഒക്കെ എനിക്ക് അത്രേ പഠിപ്പുള്ളൂ. വലിയൊരു പഠിപ്പ് എഴുതാനോ വായിക്കാനോ വല്ലാതെ അറിയുന്നൊരു കൂട്ടത്തിലല്ലേ. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്ര പഠിക്കണത് ഇത്ര എഴുതിയതും അൽഹംദുലില്ലാ അന്ന് നമുക്കറിയാത്തൊരു കാലം ഇന്ന് ഞാൻ എൻ്റെ ഒപ്പം പഠിച്ചവർക്കറിയാം ഞാൻ എങ്ങനെയാണ് ഈ അക്ഷരങ്ങൾ പഠിച്ചെടുത്തതെന്ന്. എൻ്റെ ഒപ്പം പഠിച്ചവർക്കറിയും ഞാൻ എങ്ങനെയാണ് പഠിച്ചു വന്നത് എന്നുള്ളതും. എൻ്റെ ഒപ്പം പഠിച്ചവർക്കും എന്നെ പഠിപ്പിച്ചവർക്കും ഉസ്താദന്മാർക്കും ടീച്ചർമാർക്കും മാഷ്മാർക്കും അറിയും. അതുകൊണ്ട് ഇന്ന് എന്നെ പഠിപ്പിച്ച ഒരുപാട് ഉസ്താദന്മാർ മരിച്ചു പോയിട്ടുണ്ട്. അവരെല്ലാം ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. എന്നെ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ബോർഡറിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയിട്ടൊക്കെയാണ് എന്നെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായത്. അത്രയും സ്കൂളിലായാലും അങ്ങനെ തന്നെ 100 കണക്കിന് കുട്ടികളുണ്ടാകുന്നിടത്ത് എന്നെ മാത്രം ബോർഡറിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് ഒക്കെ പഠിപ്പിച്ച് തരുമായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഇന്ന് അൽഹംദുലില്ലാ ഇത്രയെങ്കിലും എന്നെക്കായി എത്രയോ പിന്നെ കൈവില്ല പിന്നെ അള്ളാഹു ഒരു കൊടുത്തവരുണ്ട്. അപ്പം ഞാൻ അത് വെച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്തോളാണ്. അങ്ങനെ തന്നെ ഞാൻ കുറേ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ തന്നെ ആ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് അടുപ്പ് ചെറുങ്ങനൊന്നും ഇതാക്കിയിട്ടാണ് കേട്ടോ, തുടച്ചിട്ട് തേച്ച് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ചോറ്റിന് വെള്ളം വെച്ച് കൊടുക്കട്ടെ. എന്നാൽ പിന്നെ അതങ്ങോട്ട് റൈസ് കുക്കറിൽ ഇറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അടിച്ചോരും തുറക്കാനൊക്കെ പോകാമല്ലോ. അങ്ങനെ പിന്നെ ചോറ്റിന് വെള്ളം വെക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ എത്താം മക്കളെ, നേരം വെളുത്തായി തന്നെയാണ് അടിക്കുക, തുടക്കുക, തേച്ച് വയ്ക്കുക, ചോറ് വെക്കുക, കറി വെക്കുക, ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ ചൂടായി കിടക്കട്ടെ. അപ്പോൾ റൂമിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോഴേ ഇതാണ് റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. അപ്പം എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കൂലേ. നേരം വെളുക്കുമ്പോൾ മക്കൾ പോയി കഴിഞ്ഞാൽ എല്ലാ പെരീത്തെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. ഒക്കെ അവിടെ വലിച്ചിട്ടിട്ടും ഇവിടെ വലിച്ചിട്ടിട്ടും ഒക്കെ അതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. ഇപ്പം തണുപ്പായി നോക്കുമ്പോൾ ഒരൊറ്റ ഒരു റൂമിലാണ് കിടക്കൽ. മുർഷിദ് മാത്രം അപ്പുറം റൂമിൽ കിടക്കും. ഞങ്ങൾ 3 ആൾ ഇവിടെ തന്നെയാണ് കിടക്കൽ.
അതുകൊണ്ട് ആ റൂമിൽ തുണിപ്പടയാണ് ഇപ്പോൾ. ഇന്നിപ്പോൾ രാവിലെ ഒരു സോക്സ് കാണില്ല എന്നും പറഞ്ഞിട്ട് ഇനി കാട്ടിക്കൂട്ടാത്തൊന്നുമില്ലേനു ആ റൂമിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഈ റൂമിൻ്റെ ഉള്ളിൽ പിന്നെ വല്ലാതെ അങ്ങ് പെരങ്ങുമില്ല, ഞാൻ അതിൻ്റെ ഉള്ളിൽ വല്ലാതെ അങ്ങ് അടുപ്പിക്കൂല്ല, അല്ലാതെ അങ്ങ് കളിച്ചോട്ടാൻ വിടലില്ല ഈ റൂമിൻ്റെ ഉള്ളിൽ. അപ്പം പിന്നെ നിങ്ങളെല്ലാവരും വിശേഷം എന്താ മക്കളെ? എല്ലാവരും ചായയൊക്കെ കുടിച്ച് കുട്ടികളൊക്കെ പോയി പണിയൊക്കെ കഴിഞ്ഞ് റാഹത്തായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും അല്ലേ? അപ്പം നിങ്ങളെ വിശേഷം എന്താണ് ഇന്ന് ചായക്ക് കടി? അതൊക്കെ എല്ലാവരും കമൻറ്റിൽ അറിയിക്കട്ടോ. എല്ലാവരും വീഡിയോ കാണി മക്കളെ, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടെ. അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കും കുടുംബക്കാർക്കും എല്ലാം അയച്ചു കൊടുക്കട്ടോ. പരിഹസിക്കുന്നവരുണ്ടാവും, അതൊന്നും നമ്മൾ കണക്കിലെടുക്കുന്നില്ല, അതൊന്നും നമ്മൾ വിഷയത്തിലേ എടുക്കുന്നില്ല. അവരൊക്കെ നമ്മൾ ദൂരത്തേക്ക് ആക്കുക എന്നല്ലാതെ ഓരോ നമ്മൾ അടുത്തേക്ക് പോലും അടുപ്പിക്കൂല, അതാരായാലും ശരി. റൂമിൻ്റെ ഉള്ളിൽ ഇതിന്ന് സോക്സ് തിരഞ്ഞ കഥയാണിത്. മൊത്തത്തിൽ ഒക്കെ അങ്ങ് വലിച്ചിട്ടിട്ട് അപ്പം ഞാൻ ഒരിക്കൽ വിചാരിച്ച് തുണികളൊക്കെ മടക്കി വെക്കാം വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ അത് മടക്കാൻ നിന്നാൽ പിന്നെ അത്ര അപ്പം മേച്ച എല്ലാ പണിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഉണ്ട് തുണി മേലെ നിന്ന് ഉണങ്ങിയതൊന്ന് രാവിലെ അലക്കിയിട്ടും കൊണ്ടുവന്നിടാൻ. അപ്പം വെച്ചാൽ അതും കൂടി കൊടുന്നിട്ട് പിന്നെ അലക്കിയിട്ട് അതും കൂടി മടക്കി വെക്കാമെന്ന് വിചാരിച്ച്. പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണം. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, എൻ്റെ വീട് ഞാനെന്നും രാവിലെ 10 മണിക്കാണ് ഇട്ട് 10 മണിക്കാടില്ല. ഇനി ഇൻഷാ അല്ലാഹ് കൃത്യം 1:30 മണി 2 മണിക്കായിരിക്കും ഞാൻ എൻ്റെ വീഡിയോ ഇടുക ഞാൻ കേട്ടോ. 1:30 മണി 2 മണി എന്തായാലും 2 മണിക്ക് ഉറപ്പായിട്ട് എൻ്റെ വീഡിയോ ഞാൻ അങ്ങനെ ഇട്ടിട്ട്. എന്താ രാവിലെ 10 മണിക്കാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതെന്താ പറയുക, ഇന്നലെ ഷിഫ്ന ഓൺലൈനിൽ ഒരു സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടെന്നും പറഞ്ഞിട്ട് വൈറ്റ് ഡ്രസ്സ് മേടിച്ചു. നല്ല രസമുണ്ട് കേട്ടോ. 450 ഉറുപ്പ്യക്ക് ഷോള് 2 പീസാണ് കേട്ടോ. ഒരു ഷോളും ഒരു പിന്നെ അംബ്രല പോലത്തെ ഫ്രോക്കും നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചത്, പക്ഷേ വീഡിയോയിൽ ശരിക്കും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. ഇനി 2 മണിക്ക് വീഡിയോ ഇടുകയുള്ളൂ. അതിന് തുണിയൊക്കെ കുത്തനൊക്കെ വിചാരിച്ച് അവിടെ കിടക്കട്ടെ, ഇനി പിന്നെ കുറേ കഴിഞ്ഞിട്ട് മടക്കിയൊക്കെ വെച്ച്. പിന്നെ അടിച്ചു വരാൻ പോയി. പിന്നെ നിങ്ങൾക്ക് ഞാൻ കുക്കിംഗ് വീഡിയോ ആണോ അല്ല ഇങ്ങനത്തെ വീഡിയോ ആണോ അല്ല പുറത്തെന്തെങ്കിലും പുറത്തേക്ക് അങ്ങനെ പോകാനില്ല കേട്ടോ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയ വീഡിയോ എന്തെങ്കിലും ഇടാമെന്ന് വിചാരിച്ചാൽ പുറത്ത് പോണ വീഡിയോ ഒന്നും അങ്ങനെ ഇല്ല. എന്താ പറയുക, നമുക്ക് പോകേണ്ട ആവശ്യം അങ്ങനെ വരലില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പുറത്ത് പോയിനെങ്കിൽ തന്നെ വീഡിയോ എടുത്തിടാൻ മാത്രമല്ലൊരു കാര്യങ്ങളൊന്നും കാണാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണോ ഇഷ്ടം? ഇങ്ങനെ ഞാൻ പണി ഇങ്ങനെ പണി എന്തെങ്കിലും എടുക്കുന്ന വീഡിയോ ആണോ, അതല്ല കുക്കിംഗ് എന്തെങ്കിലും വെറൈറ്റി ഫുഡ് ചെയ്തിട്ടില്ല വീഡിയോ ആണോ, അല്ല രാവിലെ കുട്ടികൾക്ക് ലഞ്ചാക്കി കൊടുക്കണം രാവിലത്തെ അതാണോ, അല്ല മോർണിംഗ് റുട്ടീനാണോ? മോർണിംഗ് റുട്ടീന് രാവിലെയൊക്കെ വന്നു തന്നെയാണ്. ഇങ്ങനെ പറയുന്നതിലൊക്കെ തെറ്റ് പറ്റും കേട്ടോ. എന്താണ് നമുക്ക് അത്ര വിദ്യാഭ്യാസം ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ചിട്ട് അങ്ങനെ ജീവിച്ച് പോകുക, അത്രയാണ് കേട്ടോ. അല്ലാതെ വലിയ പഠിപ്പും കാര്യവും ഇതൊന്നും ഇല്ല ഒരാളെന്നല്ല. അതൊക്കെ ഇപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അറിയോ, അതൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ അറിയോ. ഇല്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. അല്ല ഞാൻ പറയും വൈകുന്നേരത്തെ വീഡിയോ ആണോ അല്ല ഇതേപോലെ പെരൻ്റെ ഉള്ളിൽ പണിയെടുക്കണതാണോ, രാവിലെ ഞാൻ കുട്ടികൾക്ക് ലഞ്ചാക്കണതും അതൊക്കെ കാണിക്കലില്ലേ, അങ്ങനത്തതാണോ കുക്കിംഗ്, ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് ഇഷ്ടം? പക്ഷേ ഞാൻ ഇട്ട വീഡിയോക്കില്ലേ വ്യൂവേഴ്സ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ആണ് കേട്ടോ വ്യൂവേഴ്സ് കൂടുതലുള്ളത്. ഇങ്ങനെ അടിക്കണം തുടക്കണം തേക്കണം കേൾക്കണം അതൊക്കെ അല്ലേ ഞാൻ കേട്ടോ ഇന്ന് വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്. അതിനെന്നാലും ഞാൻ കുറേ കട്ടാക്കിയിരുന്നു, നിങ്ങൾക്ക് ഓവർ കട്ടാക്കാനൊന്നും അറിയില്ല. ഇപ്പം എല്ലാം കുട്ടികളോട് ഇങ്ങനെ ചോദിച്ച് കുറച്ചീച്ച പഠിക്കുന്നുള്ളൂ കേട്ടോ. എന്റുപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണലേ, എന്റുപ്പ കൊണ്ട മഴയാൻ കൊള്ളും കുളിരേ,
എൻ്റെ ഉപ്പ കൊണ്ട മഴയാ ഞാൻ കൊള്ളും കുളിര് എൻ്റെ ഉപ്പാനെ കാത്തിടണേ എൻ്റെ ഉമ്മാനെ കാത്തിടണേ താരാട്ട് പാട്ടോളം ഒരു പാട്ട്. എങ്ങനെ വേസ്റ്റ് ബക്കറ്റായാലും എന്ത് വെച്ച് കൊടുത്താലും മക്കളോട് പ്ലാസ്റ്റിക് ആയാലും കവറായാലും മുട്ടായി പാക്കറ്റായാലും ഇടണ്ടാന്ന് പറഞ്ഞാൽ അത് മക്കൾ കേൾക്കില്ല. ഒരതിട്ടേ ഇടും. അതിനിപ്പോൾ എത്ര പറഞ്ഞാലും കണക്ക് തന്നെയാണ്, അതൊരു ഇടുക തന്നെ ചെയ്യും. അതിനെ അടിച്ചു വാരി പകുതി ആക്കി കൊടുത്ത് ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടോ. പിന്നെ ഞാൻ ചോറിന് അരിയിടാൻ വേണ്ടിയിട്ട് വന്നാണ്. ചോറിൻ്റെ വെള്ളം നല്ലോണം തിളച്ചിനെ മറന്നുപോയി. എന്നാലും അത്ര നേരമൊന്നും ആയിട്ടില്ല. 2 റൂം അടിച്ചു വാരി അവിടെ ഒതുക്കി വരുമ്പത്തിന് നല്ലോണം തിളച്ചിക്കണ്. ഇതിപ്പോൾ എന്താ അറിയോ, ഈ അരി കഴുകിയ വെള്ളം റഹ്മത്താത്താക്ക് പ്രാന്തായി എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കലുണ്ടോയെന്നില്ലെന്നൊന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല. ഞങ്ങൾക്ക് പൂച്ചെടി പ്രാന്ത് വല്ലാതെ ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസത്ത് നിന്നിട്ട് പൂച്ചെടിനോടൊരു കമ്പം. അരി കഴുകിയ വെള്ളം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഉള്ളിൽ വെക്കുന്നതും പാതൊക്കെ വെക്കുന്നതായതുകൊണ്ട് ഇറച്ചി മീനും കഴുകിയ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല, സ്മെല്ല് വരുമല്ലോ. അതുകൊണ്ട് എന്താക്കുക പറഞ്ഞെങ്കിൽ ഇതുണ്ടല്ലേ, അരി കഴുകിയ വെള്ളം അങ്ങനെ തന്നെ ചോറിന് അരി ഇട്ടിട്ട് മൂടിയിടൊക്കെ ഇട്ടാൽ അരി കഴുകിയ വെള്ളം കൊണ്ടുപോയിട്ട് പൂച്ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലതാണ് അത്ര പൂച്ചെടിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ. കറണ്ട് ഇല്ല, കറണ്ട് പോയിന്. ഇതെന്താ പറയുക മക്കൾ, ഇന്നലെ ഞാൻ തേച്ച് കൊടുത്തിട്ട് പുറത്ത് വെച്ച് കൊടുത്തിട്ടോ, ചേതിമ വെച്ച് കൊടുത്ത്. ഞങ്ങൾ രാത്രി പള്ളിയിൽ പരിപാടി ഉണ്ടായിന് ഇന്നലെ, നമ്മളെ ഷുക്കൂർഖാൻ്റെ ആണ്ടുണ്ടായില്ലേ, അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനുണ്ട് മക്കൾ എല്ലാം പൂച്ചെടി ഉണ്ട് പറിച്ചിട്ട് റോട്ടിൽ എറിഞ്ഞ് വെച്ചിട്ട്. പക്ഷെ അത് നല്ല പൈസ കൊടുത്ത് വാങ്ങിയ ചെടി ഉണ്ടായി 2-3 എണ്ണം. അതല്ലാത്തത് ഭാഗ്യം. ഈ ചെടി ഏതോ ഒരു ചെടിയൊക്കെ എടുത്തിട്ടുണ്ടായിന്, കുട്ടികളായിരിക്കും, ഇപ്പോൾ ബുദ്ധിയില്ലല്ലോ, ചെയ്യരുത് എന്നിലാകാൻ മാത്രമല്ല ബുദ്ധിയൊന്നുമില്ലല്ലോ. പിന്നെ അവിടെ എല്ലാം അടിച്ചു വാരി എല്ലാം കഴിഞ്ഞ് കിച്ചണിക്ക് വന്നിട്ടോ. കിച്ചൺ ഞാനെല്ലാം കുറച്ചൊക്കെ രാവിലെ തന്നെ ഇതാക്കി വെച്ചിരുന്നു. ലേസൊക്കെ ഒന്ന് കുട്ടികൾ ഇന്നിപ്പോൾ നെയ്ച്ചോറ് ഇറച്ചി ആയതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പണി ഉണ്ടാവില്ലല്ലോ, വേഗം കറിയും വെച്ച് ചോറ് വെക്കാനെല്ലാം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി വല്ലാതെ അങ്ങ് ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ അടിച്ചിട്ടിട്ടോ. പിന്നെ അതേപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ മക്കൾ, സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരൊക്കെ കമൻറ്റ് ചെയ്തോളൂ. എനിക്ക് നിങ്ങളെ വീഡിയോ ഇഷ്ടമല്ല എന്നുള്ളവരും കമൻറ്റ് ചെയ്തോളൂ. ഇഷ്ടമാണ് എന്ന് പറയുന്നവരും കമൻറ്റ് ചെയ്യട്ടോ. നോക്കാമല്ലോ നമുക്ക് ആർക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, വീഡിയോ ഇഷ്ടപ്പെടാത്തവരുണ്ട് എന്നൊക്കെ. ഇതിൻ്റെ ഉള്ളൊന്നും വല്ലാതെ പെരങ്ങിയിട്ടില്ല. നമ്മൾ ഈ ചപ്പാത്തി പത്തിരി അങ്ങനെയൊക്കെ ചുടുമ്പോഴാണ് എല്ലാ വർക്കേരിയും ഈ അടുക്കളയും എല്ലാം ഒരുപോലെ പെരങ്ങൽ. അങ്ങനെയാണ് ഇവിടെ പിന്നെ വല്ലാതെ അങ്ങ് പെരങ്ങിയിട്ടൊന്നും ഇല്ലെന്ന്. പക്ഷെ ഇതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് കൂട്ടിയിട്ടേ ഈ ഒരു ഇതിലേക്ക് ഇങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ നല്ല പാടുണ്ടാക്കണം. വെറുതെ എന്തായാലും നടക്കില്ല. അതുകൊണ്ട് നമ്മളൊരു ജോലി തന്നെയാണിത്. നമ്മൾ പുറത്ത് പോയിട്ട് ഒരാൾ ജോലി ചെയ്ത്
അതിന് നമുക്ക് എന്തെങ്കിലും ഒരു 10 റുപ്യ തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്തെങ്കിലല്ലേ എടുക്കുള്ളൂ. അതുപോലെ തന്നെയാണിത്. ഇതിൽ നമുക്ക് എന്തെങ്കിലും കിട്ടണം എന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നല്ലോണം കഷ്ടപ്പാടുണ്ട്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം അൽഹംദുലില്ലാഹ് എല്ലാം കഴിഞ്ഞ് വൃത്തിയായി. ഞാൻ ഇനി കുളിക്കണം കേട്ടോ. ഇന്ന് കുറച്ച് പെട്ടെന്നായതാണ് പണി, അല്ലെങ്കിൽ അകലില്ല. ഇന്നലെ കുറേ നേരം ഉണ്ടായിരുന്നു തട്ടലും കൊട്ടലൊക്കെ ആയിട്ട്. എല്ലാ പണിയും കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയ വീഡിയോ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.